മുമ്പിൽ രാമോജി, ഇവിടെ ഞാൻ, ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ, ഒരു ബിങ്കോ ഡേയ്സ്. അയ്യോ, പിന്നത്തെ ലഞ്ച് ഇതാണ് കൂട്ട. ബാഗിൽ പഴമുണ്ട്, പഴം. അതാണ് കഴിക്കുക. ഇവിടെ ബിരിയാണിക്ക് എത്രയാന്ന് ചോദിച്ച് 600 രൂപ ബിരിയാണിക്ക്. 600. മസ്റ്റ് നമ്പർ 77. ഇത് പോകുന്നത് എയർപോർട്ടിലേക്കാണ്. നമുക്ക് കാണാം എയർപോർട്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ എത്തിയത് യൂറോപ്പ് പോലത്തെ കൺട്രി തോന്നിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. Welcome to the motion capture show. So सभी आगे देखो, पूरा ब्लू क्रोमा स्क्रीन एंड एवरीवन लुक एट द अपसाइड. सभी ऊपर देखिए सर, ऊपर कैमरास है, ब्लू कैमरास को नाम ऑप्टी ट्रैक कैमरास है, स्पेशल कैमरास. So now everyone look at our artist. अभी सभी आर्टिस्ट को देखो, शी इज वेयरिंग अ स्पेशल कॉस्ट्यूम. वे कॉस्ट्यूम के ऊपर वाइट डॉट से ना वो वाला सेंसर से these sensors, the cameras are capturing the sensors. Because of that only you are able to see avatar character in the screen. Look at the screen everyone. So in the screen you can see a avatar character. So because of this technology only we can create any destination backgrounds in the movies. Before they have used this technology in the movies like Hulk, Robo, Hanuman and Bahubali movies. Sir, look at the front side. Sabhi aage dekho chair mein. Even chair is also having the same sensors like artist. Now you can see our artist is lifting the chair, and you can at the same time you can see the screen also. You can see like an avatar character is lifting. So yeah, this is the technology they have used in the movies to create such graphics, destinations and the backgrounds. So this is all about motion capture show. Thank you for visiting everyone. Now everyone please proceed to the next attraction, virtual shoot. Green screen experience. നെക്സ്റ്റ് ഗ്രീൻ സ്ക്രീന്. അതാ അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പല മൂവീസും കാര്യമായിട്ടും ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ എത്തി കാണിച്ചു തരാം. ഞാനെടുത്തു അതെ ഞാനതാ. ഇത് എന്തിടാ, ഇത് എന്ത്? ഇവിടെ ഒരു ക്യാമറ നമ്മളെ ഇതാക്കുന്നത്. ഞാൻ എടുത്തിതാ ഒറ്റ ഇതാ മൊബൈൽ പിടിച്ചിരിക്കുന്നത്. നല്ല ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ കയ്യിൽ ഐഫോൺ ഇല്ലായിട്ട് ചെറിയൊരു സങ്കടം. ഇപ്പം ഒരു റിഗ്രറ്റ്, ഒരു തോന്നൽ. ഇപ്പോൾ ഒരു ഐഫോൺ ഉണ്ടായിരുന്നെങ്കിൽ വ്ളോഗുള്ള വൃത്തിക്ക് എടുക്കും ചെയ്യാം. കുഴപ്പമില്ല, എപ്പോഴെങ്കിലും ഒരു ദിവസം ഭയം കിട്ടായിരിക്കും. ഇത് എന്നാൽ ഏതെല്ലാം സിനിമ ഇവിടെ ഷൂട്ട് ചെയ്ത് എത്തുമ്പടി കിട്ടുന്നില്ല കേട്ടോ എനിക്ക്. ഇവിടെ ഐസ്ക്രീമിന് ഇതുണ്ട്, നോക്കട്ടെ ഒന്ന്. മുകളിൽ ബാസ് ആക്കാൻ പറ്റും. അത് ഈ നീല പെയിൻ്റെടുത്ത് വീട്ടിൽ പിന്നെ ഈ പഞ്ചാബി ഹൗസിലുള്ള ഒരു ഡയലോഗില്ലേ, ഇപ്പോൾ തന്നെ തൊട്ട കാസാന്നല്ലോ എന്നുള്ളത്. അതോടെ ഇവിടെ വന്നാള്
ഇവിടെ എൻ്റെ പൊന്നെ ഒരു സ്കൂപ്പിന് 100 റുപ്യ. നമ്മളെ നാട്ടിൽ നിന്നൊരു 10 20 കൊടുത്താൽ കിട്ടുന്ന ഒരു കുഞ്ഞി കപ്പിനകത്ത് ഒരു സ്കൂപ്പിന് 100 റുപ്യ. ഞാനിതിങ്ങനെ പ്രതീക്ഷിച്ചെന്നല്ല വന്ന് ബാക്കി ഇങ്ങനെ സ്ഥലങ്ങൾ കാണുമെന്നുള്ള രീതിയിലാണ് വന്നത്. ഒരു ടൂറിസ്റ്റ് എന്നല്ല, ഒരു ട്രാവലർ എന്നുള്ളൊരു നിലയിലാണ് ഞാൻ വന്നത്. എന്നാലും എന്താ പറയുക, രാമോജി ഫിലിം സിറ്റിയിൽ വന്നുകൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റിയെന്നുള്ള ഒരിത്. ഇനി ഹൈദരാബാദ് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ നമുക്ക് അറിയില്ല. ഇനി ഒന്ന് കാണാനില്ലാന്നുണ്ടെങ്കിൽ തന്നെ വേറെ സ്ഥലം നോക്കില്ല. എനിക്ക് വീട് നോക്കിയ എന്തൊരു ഭംഗിയ കാണാൻ. ബസ് വരുന്നുണ്ട്. വേ ടു എയർപോർട്ട് ഇനി കാണാൻ പോകണം ഗൈസ്. ബസ് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നെന്ന് തോന്നും. എയർപോർട്ട് ഗൈസ്, എയർപോർട്ട് ആർക്കും വേണ്ടാണ്ട് വെച്ചതല്ല, സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. ബോർഡിങ് ചെയ്യാം. നമുക്ക് 3 മണി വരെ ചെന്ന് അലോഡ് ഇല്ല. 3 മണി വരെ. അയ്യോ Quebec Echo Romeo, this is the tower of 229.88. Shut yourself up for runway shift to left. Flight 892 is now boarding. All passengers, please proceed to the gate. വെയിലത്തിലാണേ ഇല്ല. में जाना है. लेफ्ट में जाने से जापानीज गार्डन मायालोक रहेगा. जापानीज गार्डन का सामने दूसरा बस है, वो आपको लेके जाएगा इको टूर बटरफ्लाई बर्ड पार्क के लिए. హవామాన్ చూడండి, కిందికి దిగి లెఫ్ట్ లో వెళ్తే రోడ్ పైన ఎల్లో కలర్ ఆరో మార్క్ ఉంటాయి, ఫాలో చేసుకుంటా ముందుకు వెళ్ళాలి. జాపనీస్ గార్డెన్ మాయాలోక్ చూసిన ജപ്പാനീസ് ഗാർഡൻ. എൻ്റെ പൊന്നെ സീനിട്ടാ, ഇത്രയും വിചാരിച്ചിട്ടില്ല. അവിടെ ഒരു മോസ്കും കൂടി ഉണ്ട്. വെറുത്താണ് മോനെ, ഞാൻ ഉള്ള കാര്യമല്ല. ഫസ്റ്റ് ആക്കെന്തോ ഒരു റിഗ്രറ്റ് ഉണ്ടായിന് കയറിനെ വേണ്ടി വന്നില്ലേ. അപ്പോൾ ഏകദേശം ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് വെറുത്താണ് എന്ന് ഞാൻ പറയൂ. ഓക്കെ, വരുന്നവർക്കുള്ള വരാൻ കാണാൻ ദ്രവം ഉണ്ട്. പക്ഷേ എല്ലാം ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യവും കുറച്ചെങ്കിലും മനസ്സിലാക്കിയാണ് വരാൻ. എനിക്ക് രാമോജി ഫിലിം സിറ്റിനെ പറ്റിയിട്ട് വലിയ പിടുത്തുണ്ടായിട്ടില്ല. എന്നാലും വെറുത്താണ് കേസ്. നേരത്തെ വരെ എനിക്ക് പിടിച്ചിട്ടില്ല മീൻസ് ആ പൈസക്ക് ഉള്ളതില്ലാലോ എന്നുള്ള അങ്ങനെ ഒരു തോന്നലാണ് വന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി വെറുത്തായി വരുന്നുണ്ട് എനിക്ക്.
ഗൈസ് അങ്ങനെ ഇന്ന് തൻ്റെ രാമോജിൻ്റെ ഇതിൽ കഴിഞ്ഞ് അതിനകത്ത് ലഗേജ് വേറെ റൂമിലുണ്ട്, അത് എടുക്കണം. ഇരുന്ന് പോകണം. കൊടുത്ത പൈസക്ക് ഒരു 1500 ആണെന്നുണ്ടെങ്കിൽ ഓയ്ക്കാൻ 300 1200 കുറച്ച് കൂടിപ്പോൾ ഞാൻ പറയും. 1500 ആണെങ്കിൽ നല്ല രീതിയിൽ വേർത്തരും. നമുക്ക് അത്ര പറയാനില്ല, പക്ഷെ കാണാൻ കുറേ ഉണ്ട്. നല്ല ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലം വരെ ഉണ്ട്. എൻ്റെ മൊബൈലിൻ്റെ ക്യാമറ ഇങ്ങനെ ആയിക്കൊണ്ട് മാത്രം നല്ലൊരു ഐഫോൺ ഉണ്ടെങ്കിൽ നല്ലൊരു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.